ഇൻ, ഓൺ എന്നീ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ടത് എവിടെയൊക്കെയാണെന്ന് നാം പഠിക്കുകയാണ്. അറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നാം പരിചയപ്പെട്ടു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് അറ്റിൻ്റെ വീഡിയോയിലേക്ക് നേരെ എത്താം. പ്രിപ്പോസിഷൻസിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. മലയാളത്തിൽ ഇൽ എന്ന വാക്ക് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇംഗ്ലീഷിൽ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഫ്രിഡ്ജിൽ, ഇൻ ദ ഫ്രിഡ്ജ്. കയ്യിൽ, ഇൻ ദി ഹാൻഡ്. ഏതെങ്കിലും ഒരിടത്തിൽ, ഇൻ ദി ഷെൽഫ്. ഏതെങ്കിലും സ്ഥലത്തിൽ, ഇൻ ദി കിച്ചൺ എന്നൊക്കെ പറയുവാനായാണ് സാധാരണയായി നാം ഇൻ ഉപയോഗിക്കുന്നത്. ഇന്നിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് തരംതിരിച്ച് പഠിക്കാം. ഇൽ എന്ന അർത്ഥത്തിൽ, ഒന്നാമതായി ഇൽ എന്ന അർത്ഥത്തിൽ. മലയാളത്തിൽ ഇൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഇംഗ്ലീഷിൽ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, ദേ സ്റ്റുഡ് ഇൻ എ സർക്കിൾ. അവർ ഒരു വൃത്തത്തിൽ നിന്നു. ദി കപ്സ് ആർ ഇൻ കപ്ബോർഡ്. കപ്പുകൾ അലമാരിയിലുണ്ട്. ദെർ ഈസ് വൈൻ ഇൻ ദി ബോട്ടിൽ. വൈൻ അവിടെ കുപ്പിയിലുണ്ട്. മലയാളത്തിൽ ഇൽ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ എല്ലാം ഇൻ ഉപയോഗിക്കാമെന്ന് നാം മനസ്സിലാക്കി. രണ്ടാമതായി, മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പിലൊക്കെ നമുക്ക് ഇൻ ഉപയോഗിക്കാം. മന്ത്, ഇയർ ആൻഡ് സെഞ്ച്വറി. ഉദാഹരണത്തിന്, ഐ പ്ലാൻ ടു ട്രാവൽ ടു യൂറോപ്പ് ഇൻ 2021. ഇവിടെ 2021 എന്ന ഒരു വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. 2021 യൂറോപ്പിലേക്ക് പോകാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ വർഷങ്ങൾക്ക് മുൻപ് ഇൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ മാസങ്ങൾക്ക് മുൻപിലും ഇൻ ഉപയോഗിക്കാറുണ്ട്. ഹി വിൽ കം ഇൻ ഒക്ടോബർ. ഒക്ടോബർ മാസത്തിൽ അവൻ വരും. മാസങ്ങൾക്ക് മുൻപിൽ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപിൽ ഇൻ അല്ല ഉപയോഗിക്കേണ്ടത്. അവിടെ ഓണാണ് ഉപയോഗിക്കേണ്ടത്. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ. അതുപോലെ ഡേറ്റുകളുടെ മുൻപിൽ ഓൺ 15th ഓഗസ്റ്റ്, ഓൺ 2nd ഒക്ടോബർ. പക്ഷേ മാസങ്ങളുടെ മുൻപിൽ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. വർഷങ്ങളുടെ മുൻപിലും ഇൻ ഉപയോഗിക്കാം. ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1880s. ഇത് സംഭവിച്ചത് 1880കളിലാണ്. അതുപോലെ തന്നെ സെഞ്ച്വറീസിൻ്റെയും ഡിക്കേഡുകളുടെയും മുൻപിൽ ഇൻ ഉപയോഗിക്കാം. പ്രിൻറ്റിംഗ് പ്രസ് വാസ് ഇൻവെൻറ്റഡ് ഇൻ 15th century. മൂന്നാമതായി, വലിയ പട്ടണങ്ങൾക്ക്, സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് മുൻപിൽ നമുക്ക് ഇൻ ഉപയോഗിക്കാം. ബിഗ് സിറ്റീസ്, സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. പ്രോപ്പർ പ്ലേസിൻ്റെ മുൻപിൽ അറ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം പരിചയപ്പെട്ടു. എന്നാൽ കുറേ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പട്ടണത്തെയോ ജില്ലയെയോ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ കുറിച്ച് പറയുമ്പോൾ ഇൻ ആണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന്, ഐ ആം ഹിയർ ഇൻ ദുബായ്. ഞാനിപ്പോൾ ദുബായിലാണ്. ഒരു സംസ്ഥാനമാണ് എങ്കിൽ ഹി ലിവ്സ് ഇൻ കേരള. ഒരു രാജ്യമാണ് എങ്കിൽ ഹി ഈസ് ഇൻ ജപ്പാൻ. അപ്പോൾ ഒരു ഭൂഖണ്ഡം, രാജ്യം, സംസ്ഥാനം, പട്ടണം, ജില്ല ഒക്കെയാണ് എങ്കിൽ ഇൻ ഉപയോഗിക്കാം. നാലാമതായി, ടൈമിന് മുൻപിൽ ഇൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു പ്രോപ്പർ ടൈമാണ് പറയുന്നതെങ്കിൽ അറ്റാണ് ഉപയോഗിക്കേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം മനസ്സിലാക്കിയിരുന്നല്ലോ. അറ്റ് 6 o'clock, അറ്റ് മോർണിംഗ്. എന്നാൽ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്താം. ഐ വിൽ ബി ദെയർ ഇൻ ആൻ അവർ. ഇവിടെ കൃത്യമായ സമയം പറയുന്നില്ല. അടുത്ത 1 മണിക്കൂറിനകം എപ്പോഴെങ്കിലും ആയിരിക്കാം എത്തുന്നത്. ഷി വിൽ കം ഇൻ ദി മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മോർണിംഗിന് അല്ലെങ്കിൽ നൂൺ എന്നീ സമയങ്ങൾക്ക് മുൻപിൽ ദ ചേർക്കുകയാണെങ്കിൽ അവിടെ ഇൻ ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഷി വിൽ കം ഇൻ ദി മോർണിംഗ്. അവൾ രാവിലെ വരും. ലെറ്റ് us മീറ്റ് ഇൻ ദി ഈവനിങ്. അവസാനമായി, അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം പറയുവാനായി ഇൻ ഉപയോഗിക്കുന്നു. എ ക്ലോസ്ഡ് പ്ലേസ്. ഐ ആം സിറ്റിംഗ് ഇൻ ദ കാർ. ഞാൻ കാറിലാണ് ഇരിക്കുന്നത്. ഇൻസൈഡ് ദി കാർ എന്നും പറയാം. വി ആർ പ്ലേയിങ് ഇൻ ദി ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അതിനുള്ളിലാണല്ലോ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാവുന്ന 5 സാഹചര്യങ്ങളാണ് നാം പരിചയപ്പെട്ടത്. 1, ഇൽ എന്ന അർത്ഥത്തിൽ. 2,
മന്ത്, ഇയർ ആൻഡ് സെഞ്ചുറി. മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക്, സെഞ്ചുറി, ഡീക്കേഡ്സ് ഇവയ്ക്കൊക്കെ മുമ്പ് ഇൻ ഉപയോഗിക്കാം. മൂന്നാമതായി ബിഗ് സിറ്റീസ്, സ്റ്റേറ്റ്സ്, കൺട്രീസ്. അനേക സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ജില്ല, സംസ്ഥാനം, രാജ്യം, ഭൂഖണ്ഡം എന്നിവയ്ക്കൊക്കെ മുമ്പിൽ ഇൻ ഉപയോഗിക്കാം. നാലാമതായി അപ്രോക്സിമേറ്റ് ടൈം. ഒരു കൃത്യമായ ടൈമല്ല, എന്നാൽ ഒരു ഏകദേശ സമയം പറയുമ്പോഴും മോർണിംഗ്, നൂൺ, ഈവനിങ്, ആഫ്റ്റർനൂൺ, നൈറ്റ് എന്നീ സമയങ്ങൾക്ക് മുൻപിൽ ദ ചേർക്കുകയാണെങ്കിൽ അവയ്ക്ക് മുൻപിലും ഇൻ എന്ന പ്രൊപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. അവസാനത്തേത് ക്ലോസ്ഡ് പ്ലേസ്. ഒരു ഐസൊലേറ്റഡ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഇൻ ഉപയോഗിക്കാം. അടുത്തതായി ഓൺ എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് പരിചയപ്പെടുന്നത്. അത് മറ്റൊരു വീഡിയോയായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് ഇൻ എന്ന പ്രൊപ്പോസിഷൻ്റെ ഉപയോഗം ഹൃദിസ്ഥമാക്കുക. അതിനുശേഷം ഓൺ എന്ന പ്രൊപ്പോസിഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ ലിങ്ക് ഉപയോഗിച്ച് പരിചയപ്പെടുക. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിളും ചെയ്യുക. താങ്ക് യു.